ഹലോ, അപ്പോൾ നമ്മൾ കമ്പം തേനി റോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്പത്തേക്കാണ് നമ്മൾ പോകുന്നത്. തേനി നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ MSR മുന്തിരിത്തോട്ടമാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വേറെ മുന്തിരിത്തോട്ടം കൂടെ ഉണ്ട്. അതാണല്ലോ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി വരുന്നത്. ഇതിപ്പം അമ്മ നല്ല വെയിലാണ്, അപ്പോൾ നമ്മൾ തൊപ്പി വയ്ക്കാൻ പറഞ്ഞതിൻ്റെ ആ ഒരു പിണക്കത്തിൽ നടക്കുകയാണ്. ഞാനും ചേട്ടനും കുഞ്ചി അച്ഛനും ജിതിനൊക്കെ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും അത് വെച്ച് പോകും. നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മളത് എല്ലാം യൂസ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം പച്ച മുന്തിരി, അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് കളറുള്ള മുന്തിരി ഒന്നും ഇല്ലേ. അത് കഴിഞ്ഞ് ചെന്നപ്പോൾ നമുക്ക് പഴുത്ത മുന്തിരി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അവരവിടെ പറയുന്നുണ്ട് തൊടരുത്, 500 രൂപ 2000 രൂപയൊക്കെ ഫൈൻ വരും, അതുപോലെ ഫോട്ടോ എടുത്തോളൂ കുഴപ്പമില്ല, പക്ഷേ പറിക്കരുത്, കഴിക്കരുത്, തൊടരുത് എന്നൊക്കെ. മേ ബി മരുന്നും കാര്യങ്ങളും അടിച്ചിട്ടുണ്ടാവുമായിരിക്കും, അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനും കാണിക്കാനൊക്കെ ഉള്ളൊരു പോർഷൻ എന്ന് പറഞ്ഞിട്ട് അവർ അലോക്കേറ്റ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് പറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടില്ല. ബാക്കിയെല്ലാം പച്ചയായിട്ടാണുള്ളത്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഉണ്ട്. അപ്പം അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസ് വീഡിയോസ് എടുത്തു. അമ്മ കുറച്ച് നേരം പിണങ്ങിയെന്നത് കണ്ടോ, വെള്ളം വരുന്നുണ്ടോ. ഇങ്ങനെയാണ് അവരതിന് വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജ്യൂസിൻ്റെ ഷോപ്പാണ് ഇവരുടെ അവിടെ തന്നെ. അപ്പം തന്നെ അത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരു ഷോപ്പും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഈ പറഞ്ഞ വൈനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു പെറ്റ് ഷോപ്പ് പോലത്തെയാണ്. അവിടെ ഈ പറയുന്ന പോലെ കുറേ ഈ സൺകുണൂറും പിന്നെ വേറെ കുറേ പക്ഷികളും അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ അടുത്തൊക്കെ നിൽക്കുക നമുക്ക് ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ആക്ച്വലി എനിക്ക് ഇതിനെക്കുറിച്ച് പേടിയാണ്. പിന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അവർ നമ്മുടെ കയ്യിൽ കുറച്ച് സീഡ്സ് തരും. അപ്പോൾ ആ സീഡ്സ് വെച്ചിട്ടാണ് ഉള്ളത്. അച്ഛൻ്റെ ഒരു ഷർട്ടിൻ്റെ ബട്ടൺ ആ സൺകുണൂർ വലുത് പൊട്ടിച്ച് വായിലിട്ടു. അച്ഛൻ വിചാരിച്ച് സ്നേഹിക്കാൻ വന്നതാണ്, പക്ഷേ ഇതുണ്ടോ ഇവനാണ്. അവൻ ആ ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടിച്ച വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പക്ഷികളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ മറ്റേ പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കയ്യിലെടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റും. പിന്നെ ജ്യൂസ് കുടിക്കാതെ പോരരുതല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ജ്യൂസ് വാങ്ങി. അവർ കുറേ നേരം കഴുകുന്നുണ്ട് കേട്ടോ, ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ നേരം കഴുകുന്നുണ്ട്. എന്നിട്ട് തന്നെയാണ് നല്ല ജ്യൂസായിരുന്നു. ബാക്കി എടുത്ത് വിട്ടില്ലേ.